വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ധാബ സ്റ്റൈലിലുള്ള പനീർ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്ക് എല്ലാവർക്കും ധാബ സ്റ്റൈലിലുള്ള ഫുഡൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് റെസ്റ്റോറൻറ്റിലൊന്നും പോകാതെ ധാബയിലൊന്നും പോകാതെ തന്നെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഈ പനീർ മസാല ഉണ്ടാക്കാം. ഞാനിവിടെ 200 ഗ്രാം പനീർ ക്യൂബ്സാക്കി കട്ട് ചെയ്തത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒപ്പം 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം പനീറിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതേപോലെ 1 സ്പൂൺ തൈരൊക്കെ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം 1.5 ടീസ്പൂൺ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കാം. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ പനീർ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് മൂത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല ചെയ്യുന്നത്, ചെറിയൊരു ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഏത് പനീർ ഡിഷ് ഉണ്ടാക്കുമ്പോഴും ഒന്ന് എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാറുണ്ട് അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പനീർ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും കറിയിലിടുമ്പോൾ. ഒരു സൈഡ് ഏകദേശം ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് മറുവശം കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാ വശവും ഒരേപോലെ ചെറുതായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഒരുപാട് കരിഞ്ഞു പോകരുത്. അങ്ങനെയാണെങ്കിൽ പനീർ ഒരുപാട് ഹാർഡായിപ്പോവും. നമുക്കത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതിയാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ പനീർ നല്ല സോഫ്റ്റ് ആയിരിക്കും താനും. ഇനി നമുക്ക് ഇത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഒന്ന് ഉരുകി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ജീരകം ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, അതേപോലെ തന്നെ 2 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുക്കാം. നമുക്കിത് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതീയിൽ അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരുപാട് മൂത്ത് ഡാർക്ക് ബ്രൗൺ ഒന്നും ആയി പോകേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നാൽ മതിയാവും. ഇനി ഇതിലേക്ക് 2 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സവാളയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 3 വരെ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് സ്കിപ്പ് ചെയ്യാം. പക്ഷേ കുറച്ച് മല്ലി കൂടി ചേർക്കുന്നതാണ് എപ്പോഴും കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ ഉണ്ടാവാൻ നല്ലത്. ഇനി ഇതിലേക്ക് 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവും. മസാലകളൊക്കെ ചേർത്ത് നമ്മൾ വഴറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം എപ്പോഴും ചെറുതീയിലായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മസാല ഒന്നും മൂത്ത് കിട്ടുകയില്ല. അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ മുളക് പൊടിയും അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വീട്ടിൽ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ച ഗരം മസാലയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി ഒന്ന് പ്യൂരി ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊടുത്താലും മതിയാവും. വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. ചെറുത് അല്ലെങ്കിൽ മീഡിയം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 3 തക്കാളി വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഈ തക്കാളിയിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവം വരെ വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നിങ്ങൾക്ക് പാലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ തൈര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ പനീർ മസാലയ്ക്ക്. എൻ്റെ കയ്യിൽ തൈര് ഉണ്ടായിരുന്നില്ല, അത് കാരണമാണ് ഞാനിപ്പോൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗ്രേവി കൺസിസ്റ്റൻസിയൊക്കെ എത്രത്തോളം വേണോ അതനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ ഒരുപാട് ഗ്രേവിയൊക്കെ ആയിട്ട് തോന്നും, പക്ഷെ ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി തന്നെ വന്നോളും. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. പനീർ ഒരുപാട് വേവേണ്ട ആവശ്യമില്ല, നമ്മളിത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഗ്രേവിയിലെ മസാലയൊക്കെ പനീറിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം, അത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ സമയം കൊണ്ട് പനീർ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പനീർ മസാല നല്ല ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് സെർവ് ചെയ്യണം. റൊട്ടി അല്ലെങ്കിൽ പറാത്ത അല്ലെങ്കിൽ ചപ്പാത്തി, റുമാലി റൊട്ടി, തന്തൂരി റൊട്ടി, നാൻ, ഇതെല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതേപോലെ ഒരു പനീർ മസാല ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതെപ്പോഴും നല്ല ചൂടോടുകൂടി തന്നെ വേണം സെർവ് ചെയ്യാനായിട്ട്, അക്കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ചൂടോടുകൂടി അതിൻ്റെ മുകളിൽ ഒരു ചെറിയ സ്പൂൺ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബട്ടറൊക്കെ മെൽറ്റായിട്ട് വരുമ്പോൾ കാണാൻ തന്നെ അടിപൊളി ലുക്കായിരിക്കും. ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് കസൂരി മേത്തി കൂടി ഒന്ന് തൂക്കി കൊടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ധാബ സ്റ്റൈലിലുള്ള പനീർ മസാല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുകയുള്ളൂ. ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ എല്ലാ ആഴ്ചയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 3 ദിവസം പുതിയ അപ്ലോഡ്സ് ഉണ്ട്. മൺഡേയ്സ്, വെനസ്ഡേയ്സ് ആൻഡ് ഫ്രൈഡേയ്സ് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും വേറെയൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.